ഹായ് ഹലോ ഹൗ ആർ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ജന്മാഷ്ടമി ആശംസകൾ. അപ്പോൾ ജാനിയെ ഞങ്ങൾ ശോഭായാത്രയ്ക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ജാനിയെ ശ്രീകൃഷ്ണവേഷം കെട്ടിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മേക്കപ്പും സെയിം കോസ്റ്റ്യൂമും തന്നെയാണ് ജാനിക്ക് ഇട്ട് കൊടുക്കുന്നത്, മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. മേക്കപ്പിൻ്റെയൊക്കെ വീഡിയോ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ജാനി ഞാൻ റെഡിയാക്കിയത്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഞാൻ വെളിയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ കളറ് നന്നായിട്ട് സൂട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു ജാനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ജാനിക്ക് മേക്കപ്പുമായിട്ട് ആ ഒരു ഡ്രസ്സ് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ജാനിയെ ഞങ്ങൾ കൃഷ്ണനായിട്ട് റെഡിയാക്കിയത്. പിന്നെ ഇതെൻ്റെ ഷാൾ വെച്ചിട്ട് ഞങ്ങൾ തന്നെ റെഡിയാക്കിയിട്ടുള്ളൊരു കിരീടമാണ്. അപ്പം ഞങ്ങൾ ആ ശോഭായാത്ര നടക്കുന്ന സെൻറ്ററിലേക്ക് പോയി. ഇവിടെയാണ് ഈ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടികളെല്ലാം റെഡിയാക്കുന്നത്. കുറേ രാധമാരും ഗോപികമാരും കൃഷ്ണമാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാവുന്നതിൻ്റെ തിരക്കിലാണ്. ജാനി നേരത്തെ റെഡിയായിട്ട് ചെന്നതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കും കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികളെയൊക്കെ മേക്കപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽ എനിക്കും വന്നു. പിന്നെ ജാനിക്ക് ചെറിയ രീതിയിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജാനി അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഇങ്ങനെ മേക്കപ്പ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജാനിയെ കൂടെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഈ കൃഷ്ണന്മാരെയൊക്കെ ഞാൻ റെഡിയാക്കിയതാണ് കേട്ടോ. അവിടെ ഗോപികമാരും രാധമാരും ഒക്കെ റെഡിയാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ശോഭായാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമായി. ജാനി ഇതാണ്ടേട്ടോ, ഇതാണ് ജാനിയുടെ ഫുൾ ഗെറ്റപ്പ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കൃഷ്ണനെ. ജാനിയും നല്ല ക്യൂട്ടായിരുന്നു. ജാനിയുടെ ഒരു ഏജും ഹൈറ്റും ഒക്കെ നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ജാനിയുടെ ഗെറ്റപ്പ്. എനിക്ക് മാത്രമല്ല കേട്ടോ, അവിടെ വന്ന് എല്ലാവർക്കും ജാനി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത മേക്കപ്പ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ശോഭായാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഡാൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ശോഭായാത്രയിൽ ഞാനൊരു ഡാൻസ് പ്രോഗ്രാം പോലെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെല്ലാം ഇവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ മലയാലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ ഈ ശോഭായാത്ര പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഓരോ ടീമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നീട് യാത്ര മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകും. ശോഭായാത്ര അവസാനിക്കുന്നത് മലയാളപ്പുഴ ക്ഷേത്രത്തിലാണ്. അപ്പോൾ വൈകിട്ട് അവിടെ ഉറിയടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട പുറപ്പെട്ടു. ഇത് നമ്മൾ മലയാളപ്പുഴ ഏലക്കുളം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ശോഭായാത്ര പോകുന്നത്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടും. ഇതാണ് പുതിയപ്പാട് സ്കൂൾ ഗ്രൗണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ സ്ഥലത്തു നിന്നും കൃഷ്ണന്മാരും ഗോപികമാരും എല്ലാവരും വന്നിട്ട് ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ പിന്നൊരു ഗ്രൂപ്പായിട്ടാണ് മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മലയാളപ്പുഴ ക്ഷേത്രത്തിലാണ് ശോഭായാത്ര അവസാനിക്കുന്നത് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം നല്ല ലേറ്റായി, 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെൻറ്ററിൽ നിന്നുള്ള കൃഷ്ണനും ഗോപികമാരും രാധമാരും എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. ജാനി ഇങ്ങനെ കുഞ്ഞായതുകൊണ്ട് ജാനിയെ ഫ്രണ്ടിലേക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജാനി അതനുസരിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ജാനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഗോപികമാരെല്ലാവരും കൃഷ്ണന്മാരും എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു സമയമായപ്പോഴത്തേക്കും എല്ലാവരും ഒന്നിച്ച് കയറുന്നതിൻ്റെ ഒരു തിരക്കും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരായിട്ട് ഇങ്ങനെ ടീമായിട്ടിങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണ്. ലൈറ്റും കാര്യങ്ങളും DJയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ല ഒരു വൈബ് തന്നെയായിരുന്നു ആ ഒരു നൈറ്റ് സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ വന്നിട്ട് അവിടെ ഉറിയടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജാനി നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറിയടിയൊന്നും കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ടീമിൻ്റെയാണ് കേട്ടോ. ഇത് കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജാനിയുടെ കുറച്ച് ക്ലിപ്പൊക്കെ ആഡ് ചെയ്തതാണ്. ഫോട്ടോ അന്ന് സ്കൂളിലെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജാനിയുടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വിശേഷങ്ങൾ. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജാനി ഇങ്ങനെ വേഷം കെട്ടുന്നത്. അപ്പോൾ ഇത് സ്കൂളിൽ ജാനിയെ ഗെറ്റപ്പ് ചെയ്ത് വിട്ടപ്പോൾ സ്കൂളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.